അയോധ്യയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ കൂടുതൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ക്ഷേത്രക്കൊള്ള, രാമനെ തന്നെ, ഭഗവാനെ തന്നെ കൊള്ളയടിച്ച സംഘപരിവാറിൻ്റെ മുഖം മൂടിയാണ് ഇപ്പോൾ അടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടെ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തെ സംബന്ധിച്ചുള്ള തന്നെ തർക്കങ്ങൾ BJPക്കുള്ളിൽ പുകയുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾക്കൊന്നും തന്നെ യഥാർത്ഥ കുറ്റവാളികളെയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രശ്നത്തെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നാണ് DYFIയുടെ വിശ്വാസം. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു SITക്ക് മാത്രമേ നീതിയുക്തമായൊരു അന്വേഷണം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് തയ്യാറാകണം. അത്തരമൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അല്പമെങ്കിലും നീതി ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, രാമനെ ചൂണ്ടി അധികാരത്തിൽ വന്നവരാണ് BJP. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ തിരഞ്ഞെടുപ്പ് ഇന്ധനമാക്കി മാറ്റിയ ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കടുത്ത ആൻറ്റി ഇൻകുംബൻസി അദ്ദേഹത്തിൻ്റെ സർക്കാർ നേരിട്ടിരുന്നു. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി മോദി ഇന്ധനമായി ഉപയോഗിച്ചതാണ് ഈ രാമക്ഷേത്രം. അതിൻ്റെ ഉദ്ഘാടനം അതൊരു വലിയ നേട്ടമായി അവതരിപ്പിച്ചതും. ആ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എന്തുകൊണ്ടാണ് ഈ വലിയ രാമക്ഷേത്ര കൊള്ള നടന്നിട്ട് ഈ നിമിഷം വരെ മിണ്ടാതിരിക്കുന്നത്? ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരാശങ്കയും എവിടെയും പ്രകടമായി കണ്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിൽ ദുരൂഹതയുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല? ഇത് വളരെ പ്രസക്തമായൊരു കാര്യമായി തോന്നുകയാണ്. അതായത് ചമ്പത്രയെ അടക്കമുള്ളവരെ രക്ഷിക്കാനെന്നാണോ, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി? അല്ല, ഞാനിപ്പോൾ മറ്റൊരു കാര്യത്തിലേക്കും പോകുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ രാമക്ഷേത്രമാണല്ലോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇന്ധനം. അപ്പോൾ ഇതുവരെ ഇതിലൊരാശങ്കയും അദ്ദേഹത്തിനില്ലേ? അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള പ്രതികരണവും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. RSS മേധാവി ഇന്നലെ റാം എന്നാണ് ഇതിൽ ചോദ്യത്തിന് മറുപടി. അതെ, RSS മേധാവിയുടെ മറുപടി ഒഴിഞ്ഞുമാറുന്ന മറുപടിയായിരുന്നു. വസ്തുതകളെ അഡ്രസ്സ് ചെയ്യുന്ന മറുപടിയായിരുന്നില്ല. നിരാശാജനകമായ മറുപടിയായിരുന്നു. പിന്നെ RSSന്റെ പ്രതിനിധിക്ക് അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. വേറെ എന്ത് പറയാനാണ്? കാരണം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, പൂർണ്ണമായി എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് SIT വേണം. ആ SIT സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള SIT ആണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. പ്രധാനമന്ത്രിയുടെ മൗനം വെടിയണം. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോഴും മൗനത്തിൽ തുടരുന്നത്? അപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് പൊതുവിൽ CPIM ആലോചിച്ച് പറയും. CPIM ഇത് സംബന്ധിച്ച് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CPIMന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. DYFIയുടെ നിലപാട്, അഭിപ്രായവും പറയുകയാണെന്ന് മാത്രം.